അവർക്ക് വേണ്ടി ബേക്കിൽ ആൾക്കാരുടെ കൈയ്യടി നൽകാം. താങ്ക് യു. ടീം നാടകത്തിന്റെ പാട്ടും പറച്ചിലും തുടരുകയാണ്. അടുത്തത് ആദിമലവാരം കല്ലടിക്കോടാണ് എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ടാണ്. ആ പാട്ട് ആലപിക്കാൻ എത്തുന്നു ബ്രിതിൻ. ആദിമലവാരം കല്ലടിക്കോടാണ്, മലയിലെ ദൈവങ്ങൾ വന്നതാദ്യം. ആനാവസിക്കും കരിമല മോളിലെ നല്ല കരിങ്കൂട്ട കോട്യമാരെ. ആദിമലവാരം കല്ലടിക്കോടാണ്, മലയിലെ ദൈവങ്ങൾ വന്നതാദ്യം. ആനാവസിക്കും കരിമല മോളിലെ നല്ല കരിങ്കൂട്ട കോട്യമാരെ. അക്ഷരമാണെന്നെ ദൈവമാണെന്നെ ചൊല്ലിപ്പഠിപ്പിച്ചോരെ ഗുരുവേ. ഗുരുനാഥന്റെ പാദം തന്നിട തുടങ്ങിടട്ടെ. ലോകം മുഴുവൻ വിളങ്ങിയുള്ളോരംബികേ, കാമാലിദേവന്റെ പൊൻമകളേ. മുത്തപ്പൻ നോക്കിയ മുല്ലത്താരയിലെ കണ്ണി കൊട്ടി തുടങ്ങി. ആദിമലവാരം കല്ലടിക്കോടാണ്, മലയിലെ ദൈവങ്ങൾ വന്നതാദ്യം. ആദിമലവാരം കല്ലടിക്കോടാണ്, മലയിലെ ദൈവങ്ങൾ വന്നതാദ്യം. ആനാവസിക്കും കരിമല മോളിലെ നല്ല കരിങ്കൂട്ട കോട്യമാരെ. ആദിമലവാരം കല്ലടിക്കോടാണ്, മലയിലെ ദൈവങ്ങൾ വന്നതാദ്യം. ആനാവസിക്കും കരിമല മോളിലെ നല്ല കരിങ്കൂട്ട കോട്യമാരെ. ലോകം മുഴുവൻ വിളങ്ങുന്നോരംബികേ, കാമാലിദേവന്റെ പൊൻമകളേ. മുത്തപ്പൻ കൊട്ടിയ മുല്ലത്താരയിലെ കണ്ണി കൊട്ടി തുടങ്ങി. ആദിമലവാരം കല്ലടിക്കോടാണ്, മലയിലെ ദൈവങ്ങൾ വന്നതാദ്യം. ആനാവസിക്കും കരിമല മോളിലെ നല്ല കരിങ്കൂട്ട കോട്യമാരെ. ആമത്താലേ പൊട്ടൊരു കുങ്കുമം
ഈ നാടകത്തിന്റെ ചിലമ്പാട്ടും നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും തുടരുകയാണ്. തീർച്ചയായിട്ടും മാത്രം എടുക്കേണ്ട പാട്ടുമാണ്. നമ്മൾ തമാശക്ക് പറയാറുണ്ട് കുട്ടികളോടൊക്കെ, കളിക്കണ്ട, 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 കളിക്കണ്ടടാ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള നാടൻ പാട്ട് ഈ വേദിയിൽ അവതരിപ്പിക്കുകയാണ് ടീം നാടകത്തിന്റെ അനുഗ്രഹീത ഗായകൻ ദിൽവിൻ. ഹിന്ദിന്റെ കേടാവോ, ഹിന്ദിന്റെ കേടാവോ, ഹിന്ദിന്റെ കേടാവോ, പിന്നിന് ഹിന്ദിന്റെ കേടാവോ. കളിക്കണ്ട കളിക്കണ്ടേ എന്നോട് കളിക്കണ്ടട്ടാ, പല ഞാനറിയോ മോളെ. കളിക്കണ്ട കളിക്കണ്ടേ എന്നോട് കളിക്കണ്ടട്ടാ, പല ഞാനറിയോ കളിക്കണ്ട കളിക്കണ്ടേ എന്നോട് കളിക്കണ്ടട്ടാ.
കേടാവോ എന്തിന്റെ കേടാവോ എന്തിന്റെ കേടാവോ പെണ്ണിന് എന്തിന്റെ കേടാവോ തങ്കപ്പന്റെ മോളലടിയേ താങ്ക് യു. കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ട് കളിച്ച ഈ കൊച്ചു കൂട്ടുകാർക്ക് നല്ലൊരു കൈ. താങ്ക് യു, താങ്ക് യു. ഈ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടീം നാടകത്തിന്റെ പാട്ടും പറച്ചിലും തുടരുകയാണ്. അടുത്തത് വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു നാടൻ പാട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മണികണ്ഠൻ പെരുമ്പടപ്പ് പാടി ഹിറ്റാക്കിയ മുക്കണ്ണി എന്ന ആൽബത്തിലെ മനോഹരമായിട്ടുള്ളൊരു നാടൻ പാട്ടുണ്ട്, മഞ്ഞക്കുറി വരച്ച്. കേട്ടിട്ടില്ലേ? ഈ പാട്ട് എഴുതിയിട്ടുള്ള ആള് മറ്റാരുമല്ല, നിങ്ങളുടെ ഇവിടെ ഈ വേദിയിൽ വന്ന് വേഷവിസ്മയങ്ങൾ തീർത്ത കൂട്ടുകാരനാണ് വിപിൻ രാജ്. ഈ പാട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹമാണ്. നല്ലൊരു കൈയടി. തീർച്ചയായിട്ടും ഇതാണ് നിങ്ങൾ അറിഞ്ഞ് നൽകുക എന്നുള്ളത്, ചോദിച്ചാൽ അറിഞ്ഞു നൽകുക. അദ്ദേഹത്തിന്റെ വരികൾക്ക് നമ്മുടെ മണികണ്ഠൻ പെരുമ്പടപ്പ് മണിച്ചേട്ടൻ മനോഹരമായിട്ട് ആലപിച്ച ആ ഗാനം ഇന്ന് ഈ വേദിയിൽ ടീം നാടകം പുനരാവിഷ്കരിക്കുകയാണ്. ആ ഗാനം പാടുന്നു ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ചെറിയ ഗായിക അനന്യ. പണ്ട്
താങ്ക് യു. ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ടവരെ. നാടകത്തിന്റെ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരങ്ങളും തുടരുകയാണ്. ഇനി വേദിയിൽ മറ്റൊരു മനോഹരമായിട്ടുള്ള നാടൻപാട്ടാണ്. ഈ നാടൻപാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു കലാകാരനെ കുറിച്ച് പറയാതെ പോകാൻ പാടില്ല. കൊറോണ കാലഘട്ടം നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം സങ്കടങ്ങൾ സമ്മാനിച്ചൊരു കാലഘട്ടമായിരുന്നു. പ്രിയപ്പെട്ട ഒത്തിരി പേര് നമ്മോട് വിട പറഞ്ഞു. കലാരംഗത്തു നിന്നും ഒത്തിരി പേര് വിട പറഞ്ഞു. അതിൽ നാടൻപാട്ടിന്റെ ലോകത്തു നിന്നും വിട പറഞ്ഞ ഒരു അനുഗ്രഹീത കലാകാരനാണ്, ഗായകനാണ് PS ബാനർജി എന്ന് പറയുന്നത്. ബാനർജി ചേട്ടൻ ഒത്തിരി പാട്ടുകൾ പാടി ഹിറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം കൈകൊട്ടിക്കളിയുടെയൊക്കെ ഒരു സീസണാണ്, ട്രെൻഡാണ്. നിങ്ങൾ അധികവും കളിക്കുന്ന പാട്ടുകൾ ഒന്ന് ഇദ്ദേഹത്തിന്റെ പാട്ടായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ടായെന്നറിയില്ല, പക്ഷേ പാടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റുപാടും. താരക പെണ്ണാളെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? മറ്റൊരു ലോകത്തിരുന്ന് ബാനർജി ചേട്ടൻ ഇത് കാണുന്നുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാതാരവിന്ദങ്ങളിൽ ഈ ഗാനം സമർപ്പിക്കുന്നു. ഈ ഗാനം പാടുന്നതിനായിട്ട് വേദിയിലെത്തുകയാണ് ഒരിക്കൽ കൂടി ശ്രീ ജ്യോതിഷ്. ഈ പാട്ട് എല്ലാവർക്കും അറിയില്ലേ? അറിയാം. ജ്യോതിഷ്, അപ്പൊ അവരെ കൊണ്ട് ആദ്യം ഒന്ന് പാടിക്കുക, എന്നിട്ട് തുടങ്ങാം. റെഡിയല്ലേ? എല്ലാവരും പാടണം. ഓക്കെ. തിരുന്തകത്തെയ്താരാ തകതിരുന്തകത്തെയ്താരാ തിരുന്തക തകതിരുന്തക പെണ്ണാളെ അതിനാടുകയാളെ പുരാണത്തിടും
ഇയാൾക്കൊരു ഗൈഡ് കൊടുത്തേ, ഇയാൾക്കൊരു ഗൈഡ് കൊടുത്തേ. ഈ സമയത്ത് ഊർക്കം വെച്ച് ഉറങ്ങേണ്ട സമയമുണ്ട്. ഇപ്പോഴും ഭയങ്കര എനർജി. പക്ഷെ പുള്ളിക്കാരൻ ചെയ്തത് ഒരു പോകരുതരാണ്. എവിടെ നിന്നാണ് ഈ പുക വരുന്നത് അന്വേഷിച്ച് കയറിയതാണ് പുള്ളി. അതിൽ പിടിച്ച സമയത്ത് നമ്മൾ പൊക്കി. എന്തായാലും നല്ലൊരു കൈയ്യടി. കൊച്ചുമക്കൾ മനോഹരമായിട്ട് സപ്പോർട്ട് നൽകി. നാട്ടകത്തിന്റെ പാട്ടും പറച്ചിലും തുടരുകയാണ്. വേദിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അടിപൊളി നാടൻ പാട്ടാണ്. പ്രസീത ചാലക്കുടി എല്ലാം വേദികളിൽ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. മലബാറിന്റെ ഒരു പാട്ടാണ്. മലബാറിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ടാവും അല്ലേ? നമ്മുടെ പ്രസീത ചാലക്കുടി പാടിയിട്ടുള്ള പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ആ പാട്ട് കേൾക്കല്ലേ? ആ പാട്ടിനെ പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങൾ കൂടെ പാടുക. ആ പാട്ട് പാടാനെത്തുന്നു. ഒരുപാടായില്ലേ? 12:30 കഴിഞ്ഞുല്ലേ? ഇവരൊക്കെ നമ്മളെ കരുളായികളുടെ മുത്തുകളാണ്, മുത്തുമണികളാണ്. ഓക്കെ, സൗണ്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒപ്പം കൂടി പാടി തരണം കേട്ടോ, എന്നാലേ അത് മുഴുമിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന പാട്ടായിരിക്കും. നോക്കണേ. ഒന്നാനാം നല്ലൊരിളം കാവുങ്ങേ. ആ ആ
ഒരുപാട് സന്തോഷം. നേരത്തെ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കയ്യടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു വിഭാഗം കംപ്ലൈന്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ആരായിരിക്കും? തീർച്ചയായിട്ടും അമ്മമാർക്ക് ഒന്നും പറഞ്ഞില്ല എന്നാ പറഞ്ഞു. കണ്ട ആ സപ്പോർട്ട് നോക്കിക്കണം. അമ്മമാരെ പറഞ്ഞപ്പോൾ കുട്ടികൾ കൈ പൂക്കിയതാണോ? കൈയടിച്ചാണ്. ഇപ്പൊ എല്ലാം ഒരു സൗണ്ടാണ്. അതാണല്ലേ. എന്തായാലും എല്ലാ അമ്മമാർക്കും ഈ വൈകിയ വേളയിലും നിറഞ്ഞ സപ്പോർട്ട് നൽകുന്ന കൈയടിക്കണില്ലേ? ഉണ്ടോ ഇരിക്കുന്നത്? കൈയടിക്കുന്ന ഇവിടെ പ്രോഗ്രാം എടുക്കുമ്പോൾ അങ്ങോട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും നിറഞ്ഞൊരു കൈയടി. ഒരുപാട് സന്തോഷം. അടുത്തത് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പോളമാവില്ല ഒരിക്കലും ഉപ്പിലിട്ടത്, ഒരു വലിയ ശ്രമം. ഓക്കെ, മണിച്ചേട്ടനെ പറ്റി നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. മണിച്ചേട്ടൻ്റെ ഒരു ഗാനം ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. കൊല്ലം ഏറെ കഴിയണല്ലോ ചിരി കാണാഞ്ഞേട്ടൻ്റെ ഉള്ളം പിടയണല്ലോ. മണിച്ചേട്ടനില്ലാണ്ട് കൊല്ലം ഏറെ കഴിയണല്ലോ ആ ചിരി കാണാഞ്ഞേട്ടൻ്റെ ഉള്ളം പിടയണല്ലോ. എന്നും എൻ്റെ ഓർമ്മകളിൽ മണിച്ചേട്ടനരികിലെത്തും. കണ്ണു തുറന്നാലോ ചേട്ടൻ മിന്നി മറഞ്ഞു പോകും. ചാലക്കുടിക്കാരാ എൻ്റെ പൊന്നുമണിമുത്തേ, പാടിയിലെന്തു പറ്റി ദൈവേ കാലം പറഞ്ഞു തരൂ. അന്ന് പാടിയിലെന്തു പറ്റി ദൈവേ കാലം പറഞ്ഞു തരൂ. ഞങ്ങൾ തന്നെ എഴുതിയൊരു പാട്ടാണ്. മണിച്ചേട്ടന് സമർപ്പിക്കുകയാണ്. പാടിയിൽ അന്ന് സംഭവിച്ചത് എന്താണ് എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഒരിക്കൽ കൂടി മണിച്ചേട്ടൻ്റെ പതാര വിദ്യങ്ങളിൽ ഒരു ഗാനം സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും അടിച്ചു പൊളിക്കല്ലേ? വരിക്കച്ചക്കയുടെ ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. Thank you.
പരിപാവനമായ ഈ ക്ഷേത്ര അങ്കണത്തിൽ ഈ ഒരു തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മൂന്നാം ദിവസം അല്ലെ, മൂന്നാം ദിവസം വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികൾ ഇതുവരെ ഈ വേദിയിലും തിരുസന്നിധിയിലും ഒക്കെ ആയിട്ട് നടന്നു. അതിനെല്ലാം നിങ്ങൾ ഓരോരുത്തരും മകമൊഴിഞ്ഞ പ്രോത്സാഹനങ്ങൾ നൽകി. ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ പോയ കുറേ വേദികളിൽ പോയിട്ടുണ്ട്, ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുള്ള വേദി ഇല്ല എന്ന് വേണം പറയാൻ. ഒരുപാട് സന്തോഷം എന്നും ഇതിനുണ്ടാവും. കുട്ടികളായാലും ആപാലവൃദ്ധം ജനങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ടീം നാടകത്തിന്റെ പാട്ടും പറച്ചിലും തുടരുകയാണ്. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്, നിങ്ങൾ ഓരോരുത്തരും പാടുന്ന പാട്ടാണ്. ആ റിതം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതാണ് പാട്ട് എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ അജഗജാന്തരം എന്ന സിനിമയിൽ ആ പാട്ട് നമ്മുടെ ചാലക്കുടിയുടെ ലേഡി കലാഭവൻ മണി പ്രസീത ചാലക്കുടി പാടിയിട്ടുണ്ടായിരുന്നു. അറിയാതെ ഏതോ പാട്ട് ഏതാണ്? കേട്ടില്ല? പേര് ഒള്ളുള്ളേരി. റെഡിയല്ലേ? പറ്റുന്ന ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കേട്ടോ. ഇവിടെ അമ്മമാരുണ്ട്, ചില ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് റെഡിയായി ആ സാരിയൊക്കെ റെഡിയാക്കി എണീറ്റ് വരുമ്പോഴേക്കും പാട്ട് തീരും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ സ്റ്റേജിൽ ചില ആൾക്കാരെ വിളിക്കും, ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വിളിക്കും. ഇങ്ങനെ കയറി വന്ന് അവരെ പറഞ്ഞ് വരണമെങ്കിൽ തന്നെ താലെടുക്കേണ്ടി വരും ചില ആൾക്കാർ. എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ വന്ന് അവിടെ നിന്ന് നിർബന്ധിച്ച ഒരു പാട്ട് പാടാണെങ്കിൽ ഡാൻസ് കളിക്കാൻ, ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും പാട്ട് കഴിയും. പിന്നെ ഒന്നും കൂടി വേണമെന്ന് പറയും. അപ്പൊ അതല്ല, ഈ ഒരു അവസരം ഇപ്പോഴുള്ളൂ, അത് പിന്നെ കിട്ടില്ല, കഴിഞ്ഞു പോയി. മനസ്സിൽ തോന്നുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യാൻ, ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ടോ? യെസ്, അപ്പൊ ഡാൻസ് കളിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ട് പാടാൻ ഈ വേദിയിൽ എത്തിയാണ് ഒരിക്കൽ കൂടി നമ്മുടെ അനുഗ്രഹീത ഗായിക ശ്രേയ സദാനന്ദൻ. ശ്രേയയെ പറ്റി ഒരു വാക്കുകൂടി പറയാനുണ്ട്. ഈ കഴിഞ്ഞ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനത്തിന് ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട്, ലളിത സംഗീതം, ഈ 3 ഇനത്തിലും സബ് ജില്ലയിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നേടി നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള ഒരു കലാകാരിയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിറഞ്ഞൊരു കൈയോടുകൂടി നമുക്ക് ആ ഗാനത്തിനായി ആ ഗായികയെ സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ശ്രേയ സദാനന്ദൻ.
ദൃശ്യാവിഷ്കാരവും തുടരുകയാണ്. ഒരു 2-3 നാടൻ പാട്ടുകൾ കൂടി ദൃശ്യാവിഷ്കാരം കൂടി ഈ വേദിയിൽ എത്തുന്നതോടുകൂടി ഈ പ്രോഗ്രാം അവസാനിക്കും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. ഉണ്ടാവില്ലേ? ഉണ്ടാവും. അടുത്തത് നേരത്തെ പറഞ്ഞൊരു കലാകാരൻ്റെ ഒരു പാട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു അത് നമ്മുടെ കൊറോണ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട ബാനർജി ചേട്ടൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. കുശുമ്പുള്ള ആൾക്കാരുണ്ടോ അവിടെ? ആരാ സംഭവിക്കല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ മുഖത്തേക്ക് നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ. എനിക്കില്ല, നിനക്കുണ്ടാവുന്നില്ല അല്ലേ? അതെ, നാടൻ പാട്ടിൽ അങ്ങനെ ഒരു വിഭാഗമുണ്ട് അല്ലേ, കുശുമ്പിനായിട്ടൊരു പാട്ട്. ഓരോ വികാര വിചാരങ്ങളാണ്. ഈ പാട്ട് ലേശം കുശുമ്പ് കലർന്നിട്ടുള്ള പാട്ടാണ്, നിങ്ങൾക്കറിയുന്ന പാട്ടാണ്. ഇതിൻ്റെ മറ്റൊരു വേർഷൻ നമ്മൾ മലബാറിലൊക്കെ മുമ്പ് പാടി നടന്നിട്ടുള്ളതാണ്. നാത്തുവിനോട് കാര്യങ്ങൾ പറയുന്ന പാട്ട്. എന്നാലുമേ എൻ്റെ നാത്തൂമാരെ നിങ്ങളുടെ പൊന്നാങ്ങളയ്ക്ക് ആണോ? ആഹാ, അപ്പൊ നിങ്ങൾ കൂടെ പാടണ്ടേ? പാടൂലേ? പക്ഷെ പാട്ട് കേൾക്കുന്നില്ല, മൈക്കില്ലാത്തോണ്ടാ. ഓക്കെ, നല്ല എനർജി, ആ എനർജി തന്നെ കിടക്കൂലേ? ഉറങ്ങണ സമയമായിട്ടില്ലല്ലോ. ഓക്കെ, എന്തായാലും ആ മനോഹര ഗാനം എന്നാലുമേ എൻ്റെ നാത്തൂന്മാരെ എന്ന മനോഹരമായിട്ടുള്ള നാടൻ പാട്ട് ആലപിക്കുന്നു നിതിൻ. അല്ലേ സൗണ്ടൊക്കെ പോയിട്ട് കേട്ടില്ലല്ലേ? ഒപ്പം നിൽക്കണം കേട്ടോ. ഓക്കെ, Thank you.
താങ്ക് യു. എന്താ എനർജി അല്ലേ? സൂപ്പർ സൂപ്പർ.